സംഗീതം മഹാസാഗരമാണ്. ഏതൊരു സംഗീതകാരനോട് ചോദിച്ചാലും മോഹൻലാൽ പറഞ്ഞ ഒറ്റ ഉത്തരമേ അവരുടെ പക്കൽ ഉണ്ടാകാറുള്ളൂ. ആ സാഗരത്തിൻ്റെ തീരത്ത് പകച്ചു നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണ് താനെന്നായിരിക്കും ആ ഉത്തരം. മേഘമൽഹാർ രാഗം പാടി മഴ പെയ്യിച്ചിരുന്ന താൻസനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ദീപക് രാഗം പാടി വിളക്കുകൾ തെളിയിച്ചിരുന്നു താൻസൻ എന്നും പറയപ്പെടുന്നുണ്ട്. താൻസൻ മേഘമൽഹാർ രാഗം പാടി അസുഖങ്ങൾ ഭേദമാക്കിയിരുന്നു എന്നും പറയപ്പെടുന്നു. പറഞ്ഞു വന്നത് സംഗീതത്തിൻ്റെ അപാരമായ ശക്തിയെക്കുറിച്ചാണ്. മാനുഷിക വികാരങ്ങളുമായി അതേപോലെ ഇമോഷൻസ് ഒക്കെയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചില പ്രത്യേക രാഗങ്ങൾ, നമ്മുടെ പ്രകൃതിയിലെ മഴയും പ്രഭാതവും സന്ധ്യയും പോലെയൊക്കെ ഉള്ള പ്രതിഭാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രാഗങ്ങൾ, ഇതൊക്കെ ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഈ രാഗങ്ങൾക്ക് മനുഷ്യൻ്റെ മാനസികാവസ്ഥയിൽ വലിയ സ്വാധീനം ചെലുത്തുവാൻ ശേഷിയുണ്ട്. മാത്രമല്ല, സ്പെസിഫിക് മൂഡ്സ് ഉണ്ടാക്കുവാൻ ഈ രാഗങ്ങൾക്ക് കഴിയുമത്രേ. ഇന്നത്തെ നമ്മുടെ വിഷയം സംഗീതത്തിൻ്റെ നേരത്തെ പറഞ്ഞ അപാരമായ ശക്തിയെക്കുറിച്ചാണ്. ഈ ശക്തിയെക്കുറിച്ചറിഞ്ഞ തായർ ഗാസ്റ്റൺ എന്നു പേരായ അമേരിക്കക്കാരനായ ഒരു സൈക്കോളജിസ്റ്റ് 1940 ആദ്യമായി മ്യൂസിക് തെറാപ്പി എന്ന ആശയത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. ഗാസ്റ്റൺ മാത്രമല്ല, വില്ലം വാൻ ഡിവോൾ, ഐറ ആൾഷുളർ, ഇങ്ങനെ രണ്ടുപേരും കൂടി മ്യൂസിക് തെറാപ്പി ഡെവലപ്പ് ചെയ്യുന്നതിൽ ഇൻസ്ട്രുമെൻ്റൽ ആയിട്ടുണ്ട്. എന്നാൽ ഗാസ്റ്റനെയാണ് ഫാദർ ഓഫ് മ്യൂസിക് തെറാപ്പി എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്താണ് മ്യൂസിക് തെറാപ്പി? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സംഗീതത്തെ ഒരു തെറാപ്പി പോലെ ഉപയോഗിക്കുന്നു. കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ, ഒരു വ്യക്തിയുടെ ഫിസിക്കൽ, ഇമോഷണൽ, കോഗ്നിറ്റീവ് അതേപോലെ സോഷ്യൽ നീഡ്സിനെ ഒക്കെ അഭിസംബോധന ചെയ്യുന്ന ക്ലിനിക്കൽ അതേപോലെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെൻഷനാണ് ഇത്. പരിശീലനം സിദ്ധിച്ച മ്യൂസിക് തെറാപ്പിസ്റ്റുകളാണ് ഇത് ചെയ്യുന്നത്. അവർ ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങൾ അസസ് ചെയ്തിട്ട് ഓരോരുത്തരുടെയും ആവശ്യാനുസരണം സംഗീതത്തിൻ്റെ വിവിധങ്ങളായ എലമെൻസായ റിഥം, മെലഡി, ഹാർമണി, ലിറിക്സ് ഇതൊക്കെ ഉപയുക്തമാക്കി ടൈലേർഡ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് ആയിരിക്കും നടപ്പാക്കുക. മ്യൂസിക് തെറാപ്പി വിവിധങ്ങളായ ഫീൽഡുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ഫീൽഡ്, അവിടെ എങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത്, നമുക്കതിനെക്കുറിച്ചൊക്കെ പറയുന്നതിന് മുൻപ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് ഈ അന്വേഷണം തുടങ്ങുന്നതിന് കാരണമായ ഒരു കാര്യമുണ്ട്. ഇതൊന്ന് കേൾക്കൂ. പ്രശസ്ത കർണാടക സംഗീതജ്ഞയും ചലച്ചിത്ര പിന്നണി ഗായികയുമായ ശ്രീമതി ബിന്നി കൃഷ്ണകുമാർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ഒരു കാര്യമാണിത്. കോപ്പിറൈറ്റ് ഉള്ളത് കൊണ്ട് വോയിസ് മാത്രം ഞാൻ കേൾപ്പിക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, വേറൊരു വലിയ കാര്യം ഞാൻ പറയാം. ഞാൻ കണ്ടുപിടിച്ചൊരു രഹസ്യം എനിക്ക് ഇതിൽ കൂടെ പറഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. ഞാൻ എൻ്റെ മനസ്സോർന്ന് പറയണതാണ്. ഞാൻ അനുഭവിച്ച കാര്യമാണ് പറയുന്നത്. നമ്മൾ ഈ കർണാടക സംഗീതം നമ്മളെപ്പോഴും ഇപ്പോൾ സ്വരങ്ങളിൽ കൂടെയും രാഗങ്ങളിൽ കൂടെയും നമ്മളത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഗ്ലോബൽ അക്കാഡമി, ഞാനും ഒരു 15 കൺട്രീസ് നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ ടൈം സംഗീതത്തിലാണ്. അപ്പം ഞാൻ കണ്ടുപിടിച്ചത്, പാട്ട് പഠിക്കുന്ന കുട്ടികളും പല ആൾക്കാരും ഉണ്ടല്ലോ. എൻ്റെ അനുഭവം കേട്ടോ പറയണത്. ഒരുപാട് പേര് 4 വർഷം 5 വർഷം കല്യാണം കഴിഞ്ഞ് 8 വർഷമൊക്കെ ആവാത്തവര് ഒരുപാട് പേര് ഗർഭിണിയാവുന്നുണ്ട്. മനസ്സുകൊണ്ട് എന്തുകൊണ്ട് ഒരുപാട് പേര്. അപ്പം അതിൽ അവരുടെ ഹസ്ബൻഡ് ഒക്കെ ഒന്ന് ഓൺലൈനാണ്, മേഡം അല്ലെങ്കിൽ ടീച്ചർ, മേഡം ഇത് ഉങ്ങളോട് കുഴന്തയാക്കും എന്നാണ് പറഞ്ഞത്. അവർക്ക് ഒരുപാട് ഇതൊക്കെ ചെയ്തു. ഇങ്ങനെ ഒരുപാട് സംഭവം എന്ന് പറഞ്ഞു. ഞാൻ ഒത്തിരി പേര് ഗർഭിണിയായി കുട്ടികളെയും കൊണ്ട്. ഒന്നും വേണ്ട, മൂത്ത കൊച്ചിന് 18 വയസ്സ്, ഒരു ലേഡി 42 വയസ്സ്, ഇതേ രണ്ടാമത് ഗർഭിണി. പഠിച്ച് 8 മാസം 1 വർഷം ഇട്ടില്ല. ഇങ്ങനെ ഒരുപാട് കഥകൾ നടപ്പുണ്ട്. അപ്പൊ അത് എന്തായിരിക്കും ഞാൻ ആലോചിച്ചപ്പോ, ഈ മ്യൂസിക് തെറാപ്പിയില് ഈ പാടുമ്പോൾ നമ്മളുടെ ഹാപ്പി ഹോർമോൺസ് നന്നായിട്ടത് വളരും. ഹാപ്പി ഹോർമോൺസ്, നമ്മുടെ ഇവിടുത്തെ നെർവ്സ് എല്ലാം പാടുന്ന ആൾക്കാരെ ശ്രദ്ധിച്ച് നോക്കിക്കോ. അങ്ങനെ അവർക്കൊരു കലയുണ്ടായിരിക്കും അങ്ങനെ. അപ്പോൾ ഈ എസ്പെഷ്യലി കർണാട്ടിക് മ്യൂസിക്, ഇപ്പോൾ ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഈ ലൈഫിൽ സ്ട്രെസ് ഇരുന്നാലേ ഇന്നത്തെ കുട്ടി വരാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ ഹാപ്പി ഹോർമോൺസ് ഇങ്ങനെ പാടി ഇങ്ങനെ പാടുമല്ലേ നമ്മൾ. അപ്പോൾ അത് പാടിക്കൊടുക്കുമ്പോൾ അവരും ഇങ്ങനെ പാടും. ഇപ്പോൾ വർണ്ണങ്ങളൊക്കെ ആണെങ്കിലും നിറയെ സ്വരങ്ങളുണ്ട്. അതല്ല മനോധർമ്മ സ്വരം ഇതുപോലെ പാടും.
അങ്ങനെ ഹാപ്പി ഹോർമോൺ വളർന്നിട്ടാണോ ഈസി ആയിട്ടൊരു, കാരണം അവർ തന്നെ പറയുന്നുണ്ട്, ടീച്ചർ நாங்கள் என்னெல்லாம் பார்த்தேன், ஆனால் ഞാൻ இப்படி ப்ரே பண்ண, இப்படி இது பண்ண, இந்த பாட்டு பாட, എല്ലാം ഉന്നോട് ആഗ്രഹം നടക്കും அப்படின்னு എന്ന് പറയും. ശ്രീമതി ബിന്നി എൻ്റെ നാട്ടുകാരിയാണ്. ബിന്നിക്ക് എന്നെ അറിയില്ല. ബിന്നി പറയുന്നത് എന്താണ്? ബിന്നിയുടെ അടുത്ത് പാട്ട് പഠിക്കുന്നവരിൽ കല്യാണം കഴിഞ്ഞ് 4, 5, 8 വർഷമൊക്കെ ആയിട്ടും കുട്ടികളില്ലാത്ത പലർക്കും കുട്ടികളുണ്ടാകുന്നു. എന്തുകൊണ്ട് എന്ന് ബിന്നി ചോദിക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് ഇതൊക്കെ ചെയ്തു എന്നും ബിന്നി പറയുന്നുണ്ട്. ഇതൊക്കെ എന്നതുകൊണ്ട് ബിന്നി ഉദ്ദേശിച്ചത് ചികിത്സയോ അല്ലെങ്കിൽ IVF പോലെയുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ആയിരിക്കണം. ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടെന്നാണ് ശ്രീമതി ബിന്നി പറയുന്നത്. ഇതിനിടയിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ശ്രീ രജനീഷ് ആരും ട്രോൾ ചെയ്യല്ലേ എന്നും പറയുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ട്രോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിൽ എത്രമാത്രം വാസ്തവം ഉണ്ട്? മ്യൂസിക് തെറാപ്പിയിൽ പാടുമ്പോൾ ഹാപ്പി ഹോർമോൺസ് നന്നായി കൂടും. അവരുടെ ഹാപ്പി ഹോർമോൺസ് വളർന്നിട്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ബിന്നി ചോദിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ അന്വേഷണം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ആദ്യം തന്നെ ബിന്നി പറഞ്ഞതിനെ ട്രോൾ ചെയ്യരുത് എന്ന് രജനീഷ് പറയുന്നുണ്ടെങ്കിലും ഞാനും പറയുന്നു, ആരും ട്രോൾ ചെയ്യണ്ട. സംഗീതത്തിന് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യതാ ചികിത്സയിൽ പോസിറ്റീവായ വലിയ ഒരു പങ്ക് വഹിക്കുവാൻ കഴിയും. എങ്ങനെയെന്നല്ലേ പറയാം. നമുക്കറിയാം, ഗർഭിണികളായ സ്ത്രീകൾ അവരുടെ ഗർഭാവസ്ഥയിൽ നല്ല കാര്യങ്ങൾ മാത്രമേ കേൾക്കാവൂ, നല്ല കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാവൂ. കൂട്ടത്തിൽ നല്ല പാട്ട് കേൾക്കുന്നത് ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിന് അത് വളരെ നല്ലതാണ് എന്ന് പറയാറുണ്ട്. ക്ലാസിക്കൽ സംഗീതം, മൃദുവായ പാട്ടുകൾ, താരാട്ട് പാട്ടുകൾ, ഇതൊക്കെ ഗർഭാവസ്ഥയിൽ തന്നെ കുട്ടിയുടെ ബുദ്ധി വളരാൻ, തലച്ചോറിൻ്റെ വികാസത്തെ ഒക്കെ സഹായിക്കും. മൊസാർട്ട് എഫക്റ്റ് കുട്ടിയുടെ ക്രിയേറ്റീവും അതുപോലെ കോഗ്നിറ്റീവുമായ സ്കിൽസ് കൂട്ടുവാൻ സഹായിക്കും. മാത്രമല്ല, ഗർഭാവസ്ഥയിൽ കേൾക്കുന്ന താരാട്ടുപാട്ടുകൾ പ്രസവശേഷം കുഞ്ഞുങ്ങളുടെ ഉറക്കത്തിൻ്റെ രീതികളിലും സ്വഭാവത്തിലും കാര്യമായ പോസിറ്റീവ് മാറ്റങ്ങൾ വരുത്തും. വന്ധ്യതാ ചികിത്സയിൽ നമുക്കറിയാം, പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ് IVF അല്ലെങ്കിൽ IVF ട്രീറ്റ്മെൻറ്റ്. IVF മാത്രമല്ല, മെഡിക്കേഷൻസ് ഉണ്ട്, ശസ്ത്രക്രിയ ഉണ്ട്, IUI ഉണ്ട്, നാച്ചുറൽ ഇൻട്രായൂട്ടറൈൻസ് ഇൻസെമിനേഷൻ. ഇതെല്ലാം വന്ധ്യതാ ചികിത്സയിലെ ചില പ്രധാനപ്പെട്ട ചികിത്സാ ക്രമങ്ങളാണ്. ഏതു തരം ചികിത്സാ രീതികളാണ് ഒരാൾ പിന്തുടരുന്നത് എങ്കിലും അയാൾ അനുഭവിക്കുന്ന സ്ട്രെസ്സ്, പേടി, ഉത്കണ്ഠ ഇതെല്ലാം ഒരേപോലെയാണ്. ഇൻഫെർട്ടിലിറ്റി പലവിധ കാരണങ്ങൾ കൊണ്ടും വളരെ സങ്കീർണമായ ഒരു അവസ്ഥയാണ്. സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഉത്കണ്ഠ ഇതൊക്കെയാണ് ഈ ഒരു അവസ്ഥയിലെ ഏറ്റവും വലിയ പ്രശ്നം. ഇതിനുള്ള ഒരു പരിഹാരം എന്ന നിലയിലാണ് മ്യൂസിക് തെറാപ്പി വന്ധ്യതാ ചികിത്സയിൽ എങ്ങനെ ഉപയുക്തമാക്കാമെന്ന രീതിയിലുള്ള ഗവേഷണങ്ങൾ ആരംഭിക്കുന്നത്. അങ്ങനെയാണ് പാട്ട് കേൾക്കുന്നത്, സംഗീതം ശ്രവിക്കുന്നത്, ഇതിനെല്ലാം വന്ധ്യതയും ഗർഭവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ട്രെസ്, ആങ്സൈറ്റി ഒക്കെ കുറയ്ക്കുവാൻ സഹായിക്കുന്ന പോസിറ്റീവായുള്ള റിലേഷൻസ് ഉണ്ടെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഭയം കുറയ്ക്കുവാനും ഇത് സഹായിക്കുന്നുണ്ട്. പാട്ട് അല്ലെങ്കിൽ നല്ല സംഗീതം ആസ്വദിക്കുമ്പോൾ ശരീരത്തിൽ ബീറ്റ എൻഡോർഫിൻ റിലീസാകുന്നു. ഈ ബീറ്റ എൻഡോർഫിൻ ചില റിസപ്റ്റേഴ്സായി ചേരുമ്പോൾ വേദന കുറയുന്നു. മ്യൂസിക് വൈബ്രേഷൻസ് IVF സൈക്കിളുകളിലെ ഫെർട്ടിലൈസേഷൻ റേറ്റിൽ 5% വർധനമുണ്ടാക്കും. ഇത് കണ്ടെത്തിയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പഠനത്തിൽ IVF ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് 793 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ എടുത്തിട്ട് ശാസ്ത്രജ്ഞർ അവരെ റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ട്രയൽസിൽ പെടുത്തിയിട്ട് മ്യൂസിക് തെറാപ്പി കിട്ടിയവരെയും കിട്ടാത്തവരെയും തമ്മിൽ താരതമ്യപ്പെടുത്തി. അവരുടെ പ്രൈമറി ഔട്ട്കം എന്ന് പറയുന്നത് ആങ്സൈറ്റി സ്കോർ ആയിരുന്നു. ഈ ആങ്സൈറ്റി സ്കോർ ഉണ്ടാക്കുന്നത് സ്റ്റേറ്റ് ട്രേറ്റ് ആങ്സൈറ്റി ഇൻവെൻ്ററി എന്നൊരു ടൂളും അതേപോലെ വിഷ്വൽ അനലോഗ് സ്കെയിൽ ഉപയോഗിച്ചുള്ള പെയിൻ സ്കോറും കൊണ്ടായിരുന്നു. ഇവരുടെ സെക്കൻഡറി ഔട്ട്കം എന്ന് പറയുന്നത് ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ സ്കോറും ക്ലിനിക്കൽ പ്രഗ്നൻസി റേറ്റുമായിരുന്നു. പഠനം വെളിവാക്കിയത് മ്യൂസിക് തെറാപ്പി കിട്ടിയവരിൽ ആങ്സൈറ്റി സ്കോർ കുറയുന്നതായും പെയിൻ സ്കോർ ഇംപ്രൂവ് ചെയ്യുന്നതായും കണ്ടെത്തി. മാത്രമല്ല, അവരുടെ ക്ലിനിക്കൽ പ്രഗ്നൻസി റേറ്റ് മ്യൂസിക് തെറാപ്പി കിട്ടാത്ത ഗ്രൂപ്പിനെ അപേക്ഷിച്ച് കൂടിയതായി കണ്ടെത്തി. ഈ പെർസെൻറ്റേജ് ഒരുപക്ഷെ ഇൻസിഗ്നിഫിക്കൻ്റ് ആണെന്ന് തോന്നുമായിരിക്കാം. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. സംഗീതം ഇഷ്ടപ്പെടുന്നവർ, അത് ആസ്വദിക്കുന്നവർ, അതിൻ്റെ ലെവൽ എല്ലാം ഓരോരുത്തരിലും വളരെ വളരെ വ്യത്യസ്തമാകാം. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഓരോരുത്തരിലും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും വ്യത്യസ്തമാകും. എന്നാൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് സംഗീതം കേൾക്കുന്നവരെക്കുറിച്ചും അത് ആസ്വദിക്കുന്നവരെക്കുറിച്ചും മാത്രമാണ്. പാടുന്നവരെക്കുറിച്ച് നമ്മളൊന്നും പറഞ്ഞില്ല. അങ്ങനെ പാട്ട് പഠിക്കുന്നവരും പാട്ട് പാടുന്നവരെയും കുറിച്ച് പഠനങ്ങളൊന്നും നടന്നിട്ടില്ല. സ്വാഭാവികമായും പാട്ട് കേൾക്കുന്നവരിൽ സംഗീതത്തിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ പാടുന്നവരിലും പഠിക്കുന്നവരിലും അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ കൂടുതലായിരിക്കില്ലേ? അതുകൊണ്ട് തന്നെ ശ്രീമതി ബിന്നി പറഞ്ഞതിൽ അതിശയോക്തി ഒന്നുമില്ല എന്നത് വ്യക്തമല്ലേ.
ബിന്നി പറഞ്ഞത് ബിന്നിയുടെ അടുത്ത് പാട്ട് പഠിക്കുന്നവരെ കുറിച്ചാണ്. ബിന്നി വെറുതെ പറഞ്ഞതല്ല, അത് അവരുടെ വ്യക്തമായ ബോധ്യത്തിൽ നിന്ന് ഉണ്ടായതാണ്. മനസ്സിലാക്കേണ്ടത്, പാട്ട് കേൾക്കുന്നവരിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കാൾ പാട്ട് പഠിക്കുന്നവരിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ വളരെ കൂടുതലായിരിക്കണം. വന്ധ്യതാ പ്രശ്നങ്ങളുള്ളവരിൽ ഒരു സപ്പോർട്ടീവ് ഇൻ്റർവെൻഷൻ എന്ന രീതിയിലാണ് മ്യൂസിക് തെറാപ്പി സജസ്റ്റ് ചെയ്യുന്നത്. വന്ധ്യതയ്ക്ക് കാരണമായ ബയോളജിക്കൽ ഘടകങ്ങളെ ഡയറക്റ്റായി അഡ്രസ്സ് ചെയ്യുവാൻ മ്യൂസിക് തെറാപ്പിക്ക് സാധ്യമല്ല. അതേസമയം വന്ധ്യതാ ചികിത്സയുടെ വിജയത്തിന് സഹായകമായ ഇമോഷണൽ വെൽബീയിങ്, സ്ട്രെസ് ലെവലുകൾ, ഇതിലെല്ലാം സൃഷ്ടിക്കുന്ന പോസിറ്റീവ് ഇമ്പാക്റ്റ് വളരെ വലുതാണ് എന്ന് കരുതപ്പെടുന്നു. സ്ട്രെസ് റിഡക്ഷൻ, സ്ട്രെസ് കുറയ്ക്കുന്നത് മ്യൂസിക് തെറാപ്പി ഇതിൽ വഹിക്കുന്ന പങ്ക് നമ്മൾ നേരത്തെ പറഞ്ഞു. ഫെർട്ടിലിറ്റി ചികിത്സയിൽ നേരിടുന്ന വെല്ലുവിളികൾ, പേഷ്യൻറ്റിൽ ഉണ്ടാകുന്ന ദുഃഖം, മോഹഭംഗം, നിരാശ, സെൽഫ് ഡൗട്ട് അഥവാ ആത്മസന്ദേഹം, ഇതുപോലെയുള്ള സമ്മിശ്രങ്ങളായ വികാര വിക്ഷോഭങ്ങളാണ്. മ്യൂസിക് തെറാപ്പി ഈ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുവാനും പ്രോസസ്സ് ചെയ്യുവാനും സഹായിക്കുന്നു. എങ്ങനെയെന്ന് ചോദിച്ചാൽ, മ്യൂസിക് ഇംപ്രവൈസേഷനിലൂടെ, ഗാനരചനയിലൂടെ, ലിറിക്സ് അനലൈസ് ചെയ്യുന്നതിലൂടെ, ഇമോഷണൽ റെസിലിയൻസിലൂടെ ഇത് സാധ്യമാകും. മ്യൂസിക് തെറാപ്പി നേരത്തെ തന്നെ വിജയകരമായി പല മേഖലകളിലും ഉപയോഗിച്ചു വരുന്നു. ഇപ്പോൾ നമുക്കറിയാം, മ്യൂസിക് തെറാപ്പി മോട്ടോർ സ്കിൽസ് കൂട്ടുകയും അതുപോലെ തന്നെ കോർഡിനേഷനിലും ഫിസിക്കൽ സ്ട്രെങ്ത് കൂട്ടുന്നതും പോലെയുള്ള റീഹാബിലിറ്റേഷനിലും ഉപയോഗിക്കുന്നു. മാത്രമല്ല, പെയിൻ മാനേജ്മെൻറ്റ്, മെൻ്റൽ ഹെൽത്ത്, ഡിമെൻഷ്യ കെയർ തുടങ്ങിയ ഹെൽത്ത് കെയറിൻ്റെ വിവിധ മേഖലകളിലും ഇപ്പോൾ മ്യൂസിക് തെറാപ്പി ഉപയോഗിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ, അതും പ്രത്യേകിച്ചും സ്പെഷ്യൽ എഡ്യൂക്കേഷനിലും അതുപോലെ തന്നെ അക്കാഡമിക് എൻഹാൻസ്മെൻറ്റിനുമൊക്കെ ഇപ്പോൾ വ്യാപകമായി ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കോർപ്പറേറ്റ് മേഖലയിലാണെങ്കിലും സ്ട്രെസ് കുറയ്ക്കുന്നതിനും ക്രിയേറ്റിവിറ്റി കൂട്ടുന്നതിനും അതുപോലെ തന്നെ ഇന്നൊവേഷൻ കൂട്ടുന്നതിനുമൊക്കെ മ്യൂസിക് തെറാപ്പി ഉപയോഗിക്കുന്നു. മ്യൂസിക് തെറാപ്പി കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളിലും സാമൂഹിക സേവന രംഗങ്ങളിലും വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് മ്യൂസിക് തെറാപ്പിയുടെ പ്രത്യേകതകൾ. വന്ധ്യതാ ചികിത്സയിൽ ഇങ്ങനെയാണ് മ്യൂസിക് തെറാപ്പി സഹായിക്കുന്നത് എന്ന് ഇപ്പോൾ കരുതപ്പെടുന്നുണ്ട്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതുമാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം.